കറുത്ത നായയായിട്ടും കറുത്ത പൂച്ചകളായിട്ടും രൂപം മാറുന്ന പിശാചുക്കളുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ കറുത്ത നായ്ക്കളും ജിന്നാണ് പിശാച്ചാണെന്ന് വിചാരിക്കാൻ നിൽക്കും വേണ്ട. പറക്കുന്ന ജിന്നുകളുണ്ട്, പറവകളായിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന ജിന്നുകളുണ്ട്. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലത് കാണാൻ കഴിയില്ല, പക്ഷെ അവരുടെ സാന്നിധ്യം ഉണ്ടാവും. അതാണ് ഇടയ്ക്ക് റൂമിനൊക്കെ ഭയങ്കര അടിക്കുക, കബോർഡൊക്കെ വെറുതെ തുറക്കുക, ലൈറ്റ് ഓഫാക്കി പോയിട്ട് വെറുതെ ലൈറ്റ് ഇട്ട് പോരാ. നമ്മുടെ സുഹൃത്തുണ്ടായിരുന്നു ഒമാനില്, ഇവർ കുറേ കഥ പറഞ്ഞു. ഞാൻ ഇരുന്ന് കേട്ടുപോയി. എന്തൊക്കെ അത്ഭുതങ്ങളാണ് പടച്ചോനെ. പിശാചുക്കൾ ജിന്നുകൾ താമസിക്കുന്നിടത്ത് നമ്മൾ പോയി താമസിക്കുമ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ പോകാൻ വേണ്ടിയിട്ടാണ് അത് സിഗ്നൽ തരാം, ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോ, ഞങ്ങൾ സമാധാനമായിട്ടൊന്ന് ഇവിടെ നിന്നോട്ടെ, നിങ്ങൾ എന്തിനാ ഇവിടെ കയറി വരുന്നത്, വേറെ എത്ര സ്ഥലമുണ്ട് അള്ളാന്റെ ഭൂമിയിൽ, അവിടെ പൊയ്ക്കൂടെ എന്ന് അവരിങ്ങോട്ട് പറയണം. അവരുടെ ആവാസ സ്ഥലമായിരിക്കും അത്, കാലങ്ങളോ നൂറ്റാണ്ടുകളോ ആയിട്ട്. അപ്പോൾ അതിന് ചില സിഗ്നൽ തരും. അപ്പോൾ നമ്മൾ പറയാം കല്ലേറ് വരുന്നുണ്ട്, അവിടെ ഇങ്ങനെ ഡോർമ അടിക്കുന്നത് കേൾക്കുന്നുണ്ട്, രാത്രിക്ക് എന്തൊക്കെയോ ചില ചങ്ങല ശബ്ദം കേൾക്കുന്നു. നോർമലാണ്, അങ്ങനെ ഉണ്ടാവാം. പിശാചുക്കളുടെ ജിന്നുകളുടെ സാന്നിധ്യമുള്ളിടത്ത് അത് സ്വാഭാവികമാണ്. വെറുതെ എറിഞ്ഞു പേടിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ പുരക്കാരവിടെ നിന്ന് വിറ്റ് പോയിട്ട് വേണം അവർക്ക് അവിടെ നിന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ച് രാത്രി എവിടെയെങ്കിലും പൊന്തൻ്റെ മറവിൽ ഇരുന്നിട്ട് എറിയുക. അങ്ങനെ ഈ സാധുക്കൾ പേടിച്ച് നടക്കുക. പക്ഷെ അങ്ങനെ സംഭവം സയൻസിന് വിശദീകരിക്കാൻ പറ്റാത്ത സംഭവം. അതൊക്കെ ഇൻവിസിബിൾ ക്രീച്ചേഴ്സ് ഒന്നും അവർക്കൊന്നും ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ഒരു മനുഷ്യരല്ലേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഇങ്ങനെ വല്ല പറയാൻ തുടങ്ങി ഏലിയൻസ് എന്നൊക്കെ.